വന്നിട്ടായോണ്ട, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തുമായിരുന്നു. ആരും വന്നിട്ടുമില്ല. ടീച്ചർ പറഞ്ഞില്ലേ ഫസ്റ്റ് വരുന്നത് അടിച്ചു വരണമെന്ന്. അടിച്ചു വരട്ടെ, അത് നല്ലത്. ടീച്ചർ ഗ്രൂപ്പിൽ വിട്ട് നന്നായി, അതുകൊണ്ട് അടിച്ചു വരാൻ പറ്റി. വെല്ലടിച്ചെന്നെ കൊണ്ട് കാല്. എന്നിട്ട് ആരും വന്നില്ലല്ലോ. ആടി നീ വന്ന ആശ്വാസായി. ഞാൻ വന്നതോടെ നീ സമാധാനമായി. ഞാൻ ലീവ് ആവാണ്ട് വിചാരിച്ചായിരുന്നു. എൻ്റെ മമ്മയൊക്കെ ഇന്ന് ടൂറ് പോവാം. അത് പിന്നെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് സ്ഥലം മാറ്റി, ദിവസം മാറ്റി വെച്ചതാ. എന്നേലും വെച്ച് പോകും. അപ്പം നീ ഒറ്റക്കാക്കാനല്ലോ. ബോറടിച്ച കുറേ നേരം? നല്ല വൃത്തിയുണ്ടല്ലോ. അടിച്ച കാര്യമല്ലേ. ഗ്രൂപ്പിൽ വിട്ടിരുന്നു ടീച്ചർ. അത് പോയിട്ട് ഞാൻ വേഗം അടിച്ചു വരാമെന്നായിരുന്നു, ആരും വരാത്തോണ്ട് വിചാരിച്ചിട്ട്. ബെല്ലടിച്ചല്ലേ, ഗ്രൗണ്ടിൽ ആരും കാണാനില്ല, അതുകൊണ്ടാണ് ചോദിച്ചു. നല്ല ടീച്ചറായാൽ മതിയായിരുന്നു. എനിക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്താലോ? ഞാൻ അല്ലെങ്കിൽ അടിച്ചാൽ ഭയങ്കര വൃത്തിയാണല്ലോ. അതല്ല, നീ ഇങ്ങനെ ടൂർ പോണ്? എൻ്റെ വീട്ടുകാരാണെങ്കിൽ ആരും ടൂറൊന്നും പോവാറില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. നീ പോവല്ലേ? നീ പോകണ്ട, നമുക്കവിടെ അടിച്ചു പൊളിച്ചിരിക്കാം. ഇന്ന് ഉച്ച വരെ ഉള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഗ്രൂപ്പിൽ കിട്ടിയെന്ന്. നമ്മൾക്ക് ടീച്ചർ ഏതാ അറിയോ? റംല ടീച്ചർ. പാവൻ ടീച്ചറാ, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സ്ട്രിക്റ്റും ആണല്ലേ, എന്നാലും കുഴപ്പമില്ല, നല്ല തമാശയാണല്ലോ. അപ്പളേ മനസ്സിലായി നീ അടിച്ചു വായിട്ടിനു. ടൂറിന് എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ പോലെങ്കിൽ അവർക്ക് സങ്കടമാവുള്ളൂ. സാരമില്ല. എൻ്റെ റിഞ്ച് വരുന്നുണ്ട്. അവളെ നമ്മളെ കേങ്ങിൽ കൂട്ടേണ്ട, അവളാൾ ശരിയല്ല. ആള് വരുന്നുണ്ട്. അവളെന്താ ഫ്രണ്ടായി. അപ്പം ബബിതൻ്റെ കൂടെയാണോ? ബബിത വന്നിരിക്കുന്നു. അവിടെ ടോട്ടൽ 4 പേരുണ്ട്. അവളെവിടെ പോയിരിക്കും? ഒക്കെ നോക്കാന്നേ. അവിടെ നാട്ടിയോ? ഹായ്, എന്താ? ഐഡി ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ബബിത, നീ എന്താ ഇങ്ങനെ പറയുന്നത്? 4 പേര് നമ്മൾ 5 പേര് ഇരിക്കാറില്ലേ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നമേ ഉള്ളൂ. ഉണ്ടോ തിരിക്ക്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്നമേ പറഞ്ഞില്ല. ഇത് ഉണ്ടോ തിരിക്ക്? നീ ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്നോട് ഇവിടെ കുറിച്ചിരുത്താനേ എല്ലാം. എടി നീ ഒന്ന് ഒട്ടന്ന്. നമ്മളെ ഫ്രണ്ടും പാടെ അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യടോ. ചേട്ടോടെ കളിയാക്കല്ലേ. ഇല്ലാന്ന്. അല്ലെങ്കിൽ എനിക്ക് ഓണം മതി. ഓണം കിട്ടി, ഇപ്പോൾ ഓണം. നമ്മളൊന്നും ഇവിടെ ആവല്ലേ, നമ്മളിപ്പോൾ ആകെ ഒരു ഫ്രണ്ട്. ഓളാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നേരത്തേക്ക് ഒന്നും ഇനി മുണ്ടുണ്ടാക്കി തീർത്ഥമായി സന്തോഷമാണ്. തീ നിർത്തി. എന്ത് വെച്ചിട്ടാണ് നീ പോണേ? കുറേ നേരമായി ഞാൻ പറഞ്ഞിട്ടില്ല നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളെൻ്റെ ഫ്രണ്ട്, അവൾക്ക് ഇത്ര സ്ഥലമില്ല. നീ ഇപ്പം ഇതാ അവളെ സ്ഥിതിയാണ്. നമ്മൾ എന്ത് ചെയ്യും? നീ എന്താ ചെയ്യും? ഇല്ല, നീ എന്നോട് ചൂടാവലേ ഇല്ലല്ലോ. നീ ചൂടായി. കപ്പള ലക്ഷ്മിൻ്റെ സ്വഭാവം എന്തോ ആണ്. നീ എന്നെ വിട്ട് അവളെ കൂടെ പോകും, മനസ്സിലായി? എനിക്ക് ഞാൻ പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് മുന്നണ്ട. ഇനി അവളടുത്ത് പോയി മുണ്ടിയാൽ മതി. ചോദിച്ചാൽ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നുകൊണ്ടാണ് അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞാൻ എനിക്ക് വേറെ ഒരു പഞ്ചമൊക്കെ മാറിത്തരാം. പ്രശ്നം എന്താണെന്ന് ഇവിടെ പറയുന്നു. ഇയാൾ പ്രശ്നം എന്താണെന്ന് തീർത്തരൂ. ഒന്നുമില്ല, ഞങ്ങളെ പ്രശ്നം തീർക്കണ്ട. ടീച്ചർ ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ.
മോർണിംഗ്. ഓക്കെ സിറ്റാ. ഞാൻ ഞങ്ങൾ ക്ലാസ് ടീച്ചർ. എൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലേ, റംല ടീച്ചർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയിക്കോളൂ. നാളെ യൂണിഫോം എല്ലാവരും കിട്ടും. ഓക്കെ കേട്ടോ. അപ്പം ഒച്ചയാണ് ഇവിടെ മുഴുവൻ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം എല്ലാവരോടും പോയിക്കോളൂ. ബൈ. അല്ലേ പൊക്കോളൂ വരെയായിട്ട് പൊക്കോളൂ. ആ പൊക്കോ. രാത്രി വാട്സപ്പിൽ വരുമോ? വരൂലേ? ആ വരാം. പോവാ. ആഹാ ഇപ്പം രണ്ടൊന്നായി. നമ്മളെ കേൾക്ക് പാടില്ല. ആഹാ ഇത് നല്ല കൂത്തല്ലോ. ഞങ്ങളെന്ത് കമ്മിയാവാൻ പാടില്ലേ അല്ലേ? അതിനകത്ത് നല്ല കൂത്താണല്ലോ. ഞങ്ങൾക്ക് കമ്പനി ആവാൻ പാടില്ലേ? ആഹാ ഞാള് ശരിയല്ലല്ലോ. നിന്നെ മറക്കായിരിക്കും. നിന്നെ ഞങ്ങൾക്ക് വേണ്ടേ? പ്രശ്നങ്ങൾക്ക് അറിയാൻ സോൾവ് ആയല്ലേ? എനിക്ക് കാര്യം പറയാണ്ട്. അപ്പൊ പറയല്ലേ? അപ്പൊ പറയല്ലേ കുട്ടികളെ? ടീച്ചർ രീതിയിൽ ഞാൻ പറയാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും വേണം. അപ്പോൾ ബൈ ബൈ.